ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി പെട്ടിയിലാക്കണം. അത് സോനത്തിന്റെ മൃതദേഹമെന്ന് വരുത്തി തീർക്കണം. എന്നാൽ ഈ പദ്ധതി പാളിയെന്ന് പ്രതികളുടെ വെളിപ്പെടുത്തൽ. രാജ്യം നടുങ്ങിയ മേഘാലയ മധുവിധു കൊലപാതകത്തിൽ പ്രതികളുടേത് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ്. ഇൻഡോറിലെ ബിസിനസ്സുകാരനായ രാജാ രഘുവംശിയും സോനവും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് മെയ് 11. വിവാഹനാളുകളിലെ സന്തോഷത്തിന് മാറ്റുകൂട്ടാനായി ഇരുവരും മധുവിധുവിനായി മേഘാലയയിലേക്ക് എത്തിയത് മെയ് 20. പ്രണയം പങ്കിടാനായി തനിക്കൊപ്പം കൈപിടിച്ചിറങ്ങിയ സോനത്തിന്റെ മനസ്സിലെ പദ്ധതി മറ്റൊന്നായിരുന്നു എന്ന് രാജാ രഘുവംശിക്ക് തരി പോലും സംശയമില്ലായിരുന്നു. പക്ഷേ സോനം വിവാഹത്തിന് മുൻപ് തന്നെ എല്ലാം ആസൂത്രണം ചെയ്തിരുന്നു. ഭർത്താവിനെ കൊല്ലണം, താൻ മരിച്ചതായി ബന്ധുക്കളെ വിശ്വസിപ്പിക്കണം, ശേഷം കാമുകൻ രാജ് കുശ്വാഹയുമൊത്ത് സുഖമായി ജീവിക്കാനായിരുന്നു സോനത്തിന്റെ പദ്ധതി. കാമുകനുമായുള്ള ബന്ധത്തെ എതിർത്ത് രാജുമായി വിവാഹം നടത്തിയ വീട്ടുകാരോട് ഇങ്ങനെ പകവീട്ടാനായിരുന്നു സോനം ലക്ഷ്യമിട്ടത്. ഇതോടെയാണ് മേഘാലയയിലെത്തിച്ച് ഭർത്താവിനെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചത്. എവിടെ വെച്ച്, എങ്ങനെ, എപ്പോൾ കൊലപാതകം നടത്തണമെന്ന് രാജ് കുശ്വാഹയും ബന്ധുവും ചേർന്ന് കൃത്യമായ ആസൂത്രണം. കൃത്യം നടത്താൻ രാജ് സുഹൃത്തുക്കളായ വിശാൽ, ആകാശ്, ആനന്ദ് എന്നിവരെയും കൂട്ടി. പാരിതോഷികമായി 50,000 രൂപയും നൽകി. എല്ലാത്തിനും വേണ്ട പൂർണ്ണ പിന്തുണ നൽകി സോനവും ഒപ്പം നിന്നു. ഇതൊന്നും അറിയാതെ ഭാര്യയുമൊത്ത് മേഘാലയയിലേക്ക് രാജ് യാത്ര തിരിച്ചു. സോനം മൊബൈലിൽ ലൈവ് ലൊക്കേഷൻ അയച്ചതനുസരിച്ച് കൊലയാളികളും മേഘാലയയിലെത്തി. ഗുവാഹത്തിയിൽ നിന്ന് കൊലയാളികൾ മഴു വാങ്ങി. പിന്നീട് ഷില്ലോങ്ങിൽ ദമ്പതികൾ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് തന്നെ മുറിയെടുത്തു. 2 ദിവസം രാജിനൊപ്പം മധുവിധു ആഘോഷിച്ച സോനം 23-ന് ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ് രാജനെ കുന്നിന് മുകളിലേക്ക് കൊണ്ടുപോയി. മുന്നേ നടന്ന രാജിനോട് താൻ നടന്നു ക്ഷീണിച്ചെന്ന് പറഞ്ഞ് സോനം നടത്തം പതുക്കിയാക്കി. ഈ സമയം അവിടെ എത്തിയ കൊലയാളികൾ സോനത്തിന്റെ നിർദ്ദേശപ്രകാരം പദ്ധതി നടപ്പാക്കി. കാമുകൻ രാജ് കുശ്വാഹ കൊലയാളി സംഘത്തിൽ ഉണ്ടായിരുന്നില്ല. മേഘാലയയിൽ പോകാതെ ഇൻഡോറിലിരുന്ന് പദ്ധതി കൃത്യമായി ആസൂത്രണം ചെയ്തു. രാജയെ കൊലപ്പെടുത്തിയ ശേഷം താനും മരിച്ചെന്ന് വരുത്തി തീർക്കാനായിരുന്നു ആദ്യ പദ്ധതി. അതിനായി വേറെ ഏതെങ്കിലും ഒരു സ്ത്രീയെ കൊലപ്പെടുത്തി പെട്ടിയിലാക്കാൻ ആലോചിച്ചു. പക്ഷേ അത് നടന്നില്ല. മേഘാലയയിൽ നിന്ന് ഒളിച്ചു കടന്ന സോനത്തെ ഉത്തർപ്രദേശിലെ ഗാസിപൂരിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ഗുണ്ടാ സംഘം തന്നെയും ഭർത്താവിനെയും തട്ടിക്കൊണ്ടുപോയെന്നും താൻ രക്ഷപ്പെട്ട ഗാസിപൂരിലെത്തിയെന്നുമാണ് സോനം വീട്ടുകാരെയും പോലീസുകാരെയും പറഞ്ഞു പറ്റിച്ചത്. പക്ഷെ കാണാതായ ദിവസം രാവിലെ സോനത്തെ 3 പുരുഷന്മാരോടൊപ്പം കണ്ടതായി ഷില്ലോങ്ങിലെ ഒരു ടൂറിസ്റ്റ് ഗൈഡ് പോലീസിനെ അറിയിച്ചത് വഴിത്തിരിവായി. വിശദമായി ചോദ്യം ചെയ്തതോടെ കാര്യങ്ങളെല്ലാം പുറത്തായി. കൊല നടത്തിയത് ഉൾപ്രദേശത്ത് വച്ചായിരുന്നതിനാൽ രാജയുടെ മൃതദേഹം ഉടനൊന്നും കണ്ടെത്താനാകില്ലെന്ന് പ്രതികൾ കരുതി. പോലീസ് അന്വേഷണത്തിന് കാലതാമസമെടുക്കുമെന്നും ഇരവാദം കളിച്ച് രക്ഷപ്പെടാമെന്നുമാണ് സോനം കരുതിയത്. പോലീസിന്റെ കൃത്യമായ അന്വേഷണത്തിൽ പക്ഷേ ഈ ശ്രമമൊന്നും ഫലപ്രദമായില്ല. സോനവും കാമുകനും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.